നമ്മൾ പതുക്കെ നമ്മുടെ ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ നോക്കാൻ പോണത് എസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ എന്താണ് എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എസ്റ്റേഴ്സിനെ വൃത്തിയായിട്ട് ക്രാക്ക് ചെയ്യാം നോക്കാം. എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റേഴ്സ് ഹാവിങ് ദ ഫ്രേഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്രേഗ്രൻസ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എസെൻസ് അല്ലേ, നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന പൈനാപ്പിൾ എസെൻസ്, ബിരിയാണി എസെൻസ്, ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ മണം തരുന്ന ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആണ് എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ആർ എസ്റ്റേഴ്സ് ഫോംഡ്? എങ്ങനെയാണ് എസ്റ്റേഴ്സിനെ ഉണ്ടാക്കുന്നത്? വളരെ സിമ്പിളാണ്. എസ്റ്റേഴ്സ് ആർ ഫോംഡ് വെൻ ആൽക്കഹോൾ എന്താ OH ഉള്ള ഗ്രൂപ്പ് അല്ലേ, ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഉള്ള ഗ്രൂപ്പ് റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ്. എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? COOH ഉള്ള ഗ്രൂപ്പായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ OH ഉള്ള ഗ്രൂപ്പ് COOH ആയിട്ടുള്ള ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എസ്റ്റേഴ്സ് കിട്ടുന്നത്. ഹൗ ആർ എസ്റ്റേഴ്സ് ഫോംഡ്? വെൻ ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് വി ഗെറ്റ് എസ്റ്റേഴ്സ്. സോ ഹൗ ആർ എസ്റ്റേഴ്സ് ഫോംഡ്? വെൻ ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് വി ഗെറ്റ് എസ്റ്റേഴ്സ്. എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച 2 കോമ്പൗണ്ടിലേ ഉള്ളൂ. ഏതൊക്കെയാണ്? ആൽക്കഹോളിനെ പറ്റിയും പഠിച്ചു, കാർബോക്സിലിക് ആസിഡിനെ പറ്റിയും പഠിച്ചു അല്ലെ. ആൽക്കഹോൾ മെഥനോളിനെ പറ്റി പഠിച്ചു, കാർബോക്സിലിക് ആസിഡ് എഥനോയിക് ആസിഡിനെ പറ്റി പഠിച്ചു. ഈ 2 സാധനങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? എസ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. പഠിക്കുക എളുപ്പമാണ്. ഓക്കെ, ഇനി എസ്റ്റേഴ്സ് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? എസ്റ്റേഴ്സിന് ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, ഈ ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും റിയാക്ട് ചെയ്ത് എസ്റ്റേഴ്സ് ഉണ്ടാവുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, ഇനി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എസ്റ്റേഴ്സ് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എസ്റ്റേഴ്സിന്റെ ഫംഗ്ഷൻ രൂപം എന്ന് പറയുന്നത് COO ആണ്. COOH അല്ല, COH കാർബോക്സിലിക് ആസിഡ്. നടുക്ക് COO എവിടെയെങ്കിലും വരുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്? അത് എസ്റ്റർ ആണ്. ഇത് നമുക്ക് വേണം ഇങ്ങനെ എഴുതാം, C+OO. COOHനെയൊക്കെ C+OOH എന്ന് എഴുതിയില്ലേ, അതേമാതിരി COOനെ നമ്മൾക്ക് C+OO എന്ന് എഴുതാൻ പറ്റും. C+OO എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ദിസ് ഇമ്പോർട്ടൻറ്റ്, യു മാർക്ക് ഡൗൺ. ഓക്കെ, നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് എസ്റ്ററിൻ്റെ. ഇനി നമുക്ക് എസ്റ്ററിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം, അതായത് എസ്റ്ററിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, ഒന്ന് തനിയെ എഴുതി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മൾ നോക്കാൻ പോണത് എസ്റ്ററിഫിക്കേഷൻ ആണ്. എസ്റ്ററിഫിക്കേഷൻ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്ററിഫിക്കേഷൻ ഈസ് ഡൺ ബൈ റിമൂവിങ് വാട്ടർ. വെള്ളത്തിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ടാണ് നമ്മൾ എസ്റ്ററിഫിക്കേഷൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു കേസിൽ വെള്ളത്തിനെ റിമൂവ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ യെസ്, എവിടെ കറക്റ്റാ പറഞ്ഞോ? നമ്മൾ 2 ടൈപ്പ് പോളിമേഴ്സ് പഠിച്ചു, അഡിഷൻ പോളിമർ, കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമറിൽ നമ്മൾ നൈലോൺ 6 ഉണ്ടാക്കിയപ്പോഴത്തേക്കും വെള്ളത്തിന് റിമൂവ് ചെയ്തിട്ടാണ് 2 പേരും കൂടെ കൂടി ചേർത്ത്. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അയോൺസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് H ഉം ഒന്ന് OH. H ഉം OH കൂടെ ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ Hനെയും OHനെയും വേർതിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെള്ളം കിട്ടും. സോ ഇവിടെയും നമ്മൾ ചെയ്യാൻ പോണത് Hനെയും OHനെയും കൂടെ റിമൂവ് ചെയ്ത് വെള്ളം ഉണ്ടാക്കി റിമൂവ് ചെയ്യലാണ്. ഓക്കെ, സോ നോക്കിക്കോ, നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണ എസ്റ്റർ. ഓക്കെ, നമുക്കറിയാം എസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ 2 ആൾക്കാർ വേണം. ആരൊക്കെ വേണം? ഒരു ആൽക്കഹോളും വേണം, ഒരു കാർബോക്സിലിക് ആസിഡും വേണം. ആൽക്കഹോളിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്തിനെ എടുക്കുന്നു? നമ്മുടെ എഥനോൾ എടുക്കുന്നു. CH3CH2OH, ഇതാണ് നമ്മൾ എഥനോൾ. ഓക്കെ, കാർബോക്സിലിക് ആസിഡിന് വേണ്ടി നമ്മൾ എഥനോയിക് ആസിഡിനെ എടുക്കുന്നു. CH3COOH. എന്താണത്? എഥനോയിക് ആസിഡ്. സോ ഈ 2 ആൾക്കാരെയും കൂടെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? എസ്റ്റർ ഉണ്ടാക്കാൻ പോണത്. റെഡിയാണോ എല്ലാവരും? റെഡിയാണ്. നമുക്ക് എസ്റ്റർ ഉണ്ടാക്കാം. സോ എസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ എഥനോയിക് ആസിഡിനെ വേണം ആദ്യം എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. ആദ്യം എടുത്തെഴുതണം? എഥനോയിക് ആസിഡിനെ ആദ്യം എടുത്തെഴുതാം. സോ ഞാൻ ആദ്യം എഥനോയിക് ആസിഡിനെ എടുത്ത് എഴുതാൻ പോകണം. എഥനോയിക് ആസിഡ് എന്നല്ല, ആരാണ് ഇവിടുത്തെ കാർബോക്സിലിക് ആസിഡ് അവരെ വേണം ആദ്യം എടുത്തെഴുതാൻ വേണ്ടി. സോ ഞാൻ ആദ്യം CH3COOH എന്ന് എഴുതുന്നു. എന്നിട്ട് ഈ CH3COOHന്റെ കൂടെ ആരെയാണ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോണത്? എഥനോളിനെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോണത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് പ്രോഡക്റ്റ് വെരി ഈസിലി, പ്രൊഡക്റ്റിനെ വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി, പ്രൊഡക്റ്റിനെ പെട്ടെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി, നമ്മുടെ എളുപ്പത്തിന് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CH3COOHനെ ഞാൻ തിരിച്ചെഴുതാൻ പോകണം. എന്തിനു വേണ്ടി? അങ്ങനെ എഴുതണം നിർബന്ധം വല്ലതും ഉണ്ടോ? നിർബന്ധമൊന്നുമില്ല. എനിക്ക് എളുപ്പമെന്ന് തോന്നുന്നത് കൊണ്ട്, എനിക്ക് പ്രോഡക്റ്റ് കിട്ടാൻ ഇങ്ങനെ വരച്ചാൽ പ്രൊഡക്റ്റ് പെട്ടെന്ന് എനിക്ക് കിട്ടും എന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? CH3COOHനെ തിരിച്ചെഴുതും. എങ്ങനെ തിരിച്ചെഴുതുന്നു? ഇങ്ങനെ OH CH2CH3.
ഈ സാധനത്തിന് തിരിച്ചെഴുതും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എന്ത് എഴുതി? ഒരു കാർബോക്സിലിക് ആസിഡ് എടുത്ത് നേരെ എഴുതി. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ആൽക്കഹോളിനെ ആഡ് ചെയ്യണം. ഏത് ആൽക്കഹോളാണ് നമ്മളോട് എടുക്കുന്നത്? നമ്മൾ എടുക്കുന്നത് എത്തനോളാണ്. എത്തനോളാണ് ഞാൻ തിരിച്ചെഴുതി. വി ആർ ഡൂയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4. സോ നോട്ട് ചെയ്ത് വെച്ചേക്കുക, എന്താണ് H2SO4 എന്ന് പറഞ്ഞാൽ? H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡാണ്. H2SO4 എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് ഈസ് എ ഡ്രൈയിങ് ഏജന്റ്. Sulfuric acid is a drying agent. What do you mean by drying agent? എന്താണ് ഡ്രൈയിങ് ഏജന്റ്? ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡ്രൈയിങ് ഏജന്റ് എന്താണെന്ന് പഠിക്കും. എന്നാലും ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലിംസ് തരാം. ഡ്രൈയിങ് ഏജന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ടിൽ നമ്മൾ ഡ്രൈയിങ് ഏജന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളത്തിന് മുഴുവൻ ആര് വലിച്ചെടുക്കും? ഡ്രൈയിങ് ഏജന്റ് വലിച്ചെടുക്കും. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണക്കുക, വെള്ളം കളയുക, എത്രേ ഉള്ളൂ. സോ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. എവിടെ നമ്മൾ ഒഴിച്ചാലും വെള്ളത്തിനെ വലിച്ചെടുക്കും. നമ്മളെ കയ്യിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈ പൊള്ളുന്നതിന്റെ കാരണം സൾഫ്യൂരിക് ആസിഡ് കയ്യിൽ വീണ് കഴിഞ്ഞാൽ കൈക്കകത്തുള്ള വെള്ളത്തിന്റെ അംശം മൊത്തം സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് പൊള്ളും. അതാണ് സംഭവം. സോ സൾഫ്യൂരിക് ആസിഡ് ഇസ് എ ഡ്രൈയിങ് ഏജന്റ്, which means sulfuric acid can absorb water content. absorb വെള്ളത്തിനെ വലിച്ച് പുറത്തിടാനുള്ള കഴിവ് ആർക്കുണ്ട്? സൾഫ്യൂരിക് ആസിഡിനുണ്ട്. സോ ഞാനിവിടെ ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അതിനർത്ഥം ഈ രണ്ട് ആൾക്കാരിൽ നിന്ന് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് വെള്ളത്തിനെ വലിച്ച് പുറത്തിടാൻ പോവാണ്. എങ്ങനെ വെള്ളത്തിനെ വലിച്ച് പുറത്തിടും? നോക്ക്, ഞാൻ പറഞ്ഞു വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ചും OH. എന്താണ് വെള്ളം എന്ന് പറഞ്ഞാൽ? H2 എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ചും OH കൂടെ കൂടിച്ചേരുന്നതാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് എവിടുന്നെങ്കിലും OH-നെയും H-നെയും എടുത്തങ്ങ് മാറ്റാം. ഇങ്ങോട്ട് നോക്ക്. സോ ഈ സാധനം എന്ന് പറയുന്നത് OH അല്ലേ? ഇത് OH അല്ലേ? ഇതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് ഒരു H അല്ലേ? യാ, ഐ ആം റിമൂവിങ് ദിസ് H ആൻഡ് ദിസ് OH. ഇവിടെ ഇരിക്കുന്ന OH-നെയും ഇവിടെ ഇരിക്കുന്ന H-നെയും ഞാൻ പതുക്കെ എന്ത് ചെയ്യാൻ പോവാണ്? റിമൂവ് ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ട് OH-നെ H-നെ റിമൂവ് ചെയ്തു? ബിക്കോസ് എനിക്ക് വെള്ളത്തിനെ റിമൂവ് ചെയ്യണം. എങ്ങനെ മനസ്സിലായി വെള്ളത്തിനെ റിമൂവ് ചെയ്യണം? കോൺസെൻട്രേറ്റഡ് H2SO4 ചെയ്തിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് ഏജന്റ് ആണ്. ഡ്രൈയിങ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡ്രൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ വലിച്ചെടുക്കുന്ന ആളാണ്. സോ ഞാൻ എന്ത് ചെയ്യണം? വെള്ളത്തിന് വലിച്ചെടുക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ചും OH ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? H-നെയും OH-നെയും കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യുന്നു. സിമ്പിൾ സിമ്പിൾ. എച്ചും OH-നെ ഞാൻ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു ഇവിടുന്ന്. എച്ചും OH-ഉം പോയാൽ ബാക്കി അവിടെ എന്തുണ്ട്? CH3 ഉണ്ട്, ഉണ്ടല്ലോ. COO ഉണ്ട്, ഉണ്ടല്ലോ. H പോയി, OH പോയി, പ്ലസും പോയി. ബാക്കി എന്താ? ബോണ്ട് ഉണ്ട്, ഉണ്ടല്ലോ. CH2 ഉണ്ട്, ഉണ്ടല്ലോ. CH3 ഉണ്ട്, ഉണ്ടല്ലോ. കിട്ടി കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്റ്റർ എന്ന് വിളിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്റ്റർ എന്ന് വിളിക്കാം. ഇനി എസ്റ്ററിൻ്റെ പേരെന്ത്? എസ്റ്ററിൻ്റെ പേര് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കനോയേറ്റ് എന്ന് പറഞ്ഞൊരു മെത്തഡാണ്. അതായത് COO ഉള്ള ഭാഗം ഉണ്ടല്ലോ, COO ഉള്ള ഭാഗമാണ് OH എന്ന് വിളിക്കുന്ന ഭാഗം. ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കെയിൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഇതിനിങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2 കാർബൺ കിട്ടും. ഇതെന്താണ്? എത്ത്. ഇതെന്താണ്? എത്ത്. അപ്പം നമുക്ക് ഇനി എന്ത് വിളിക്കാം? ഈ ഭാഗത്തിൻ്റെ കൂടെ എയിൻ ചേർക്കാം, ഈതെയിൻ. ഈ ഭാഗത്തിൻ്റെ കൂടെ OH ചേർക്കണം, എത്തനോയേറ്റ്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ജസ്റ്റ് നോക്കി വെച്ചേക്കാം. അതായത് CH3 COO CH2 CH3-നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. COO വരുന്ന സ്ഥലത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എയിൻ ചേർത്ത് വിളിക്കുക, ഈതെയിൻ. അപ്പുറത്തുള്ള ഭാഗത്തിന് OH ചേർത്ത് വിളിക്കുക, എത്തനോയേറ്റ്. ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. സപ്പോസ് എനിക്ക് കിട്ടുന്നത് CH3 COO CH2 CH3 എന്ന് വിചാരിക്കാം. സോ വി ക്യാൻ കോൾ ദിസ് ഈതെയിൻ. പിന്നെ ഇത് തന്നെ വന്നല്ലേ, ഞാൻ ഇങ്ങനെ എഴുതി. സിയോടെ ഇപ്പുറത്താരുള്ളത്? ഒരെണ്ണേ ഉള്ളൂ. സോ മീതെയിൻ എത്തനോയേറ്റ് എന്ന് എനിക്ക് വിളിക്കാൻ. ഇത്രയുള്ള പരിപാടി, മീതെയിൻ എത്തനോയേറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ നിങ്ങൾക്ക് ഒരു ഹോംവർക്കിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേറൊരു കോമ്പൗണ്ട് തരാം. ഇതിൻ്റെ ഒരു എസ്റ്റർ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്രയേ ഉള്ളൂ, കോമ്പൗണ്ട് ഇത്രയേ ഉള്ളൂ. CH3 CH2 CH2 COOH പ്ലസ് CH3. ഓക്കെ, ഞാൻ തിരിച്ചെഴുതി തരാം. നിങ്ങൾ ഇതിനു വേണ്ടി ഞാൻ തിരിച്ചെഴുതി തരാം. OH CH2 CH3 ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4. അതൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാം? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? വെച്ച് OH എടുത്ത് കളയുക, ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ചേർത്തെടുക്കുക. ദാറ്റ്സ് ഓൾ പരിപാടി.